സംസ്കാര സാഹിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി തളാപ്പ് സംഗീത കലാലയം ഓഡിറ്റോറിയത്തിൽ സ്വാതന്ത്ര്യ സ്മൃതി സന്ധ്യ സംഘടിപ്പിച്ചു. പത്മശ്രീ SRD പ്രസാദ് സ്മൃതി സന്ധ്യയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്റെ വലിയച്ഛൻ, അച്ഛന്റെ നേരെ ജ്യേഷ്ഠൻ ചെറുക്കൽത്തി ബാലകൃഷ്ണൻ നായർ, അദ്ദേഹം ഒരറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു. അത്തരത്തിലുള്ള ഒന്ന് രണ്ട് ശിഥില ചിന്തകളിലൂടെ ഞാനിപ്പോൾ കടന്നു പോവുകയല്ല. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പറ്റി ഇവിടെ പറയാൻ മറ്റുള്ളവർക്ക് അത് വളരെ കുട്ടിയായി പറയുന്നത് കേൾക്കാനാണ് ഞാനും ഇവിടെ വന്നത്. എൻ്റെ വലിയച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ രാജേന്ദ്ര പ്രസാദ് വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് അദ്ദേഹം അത് ചെറുക്കൽ വന്ന് താമസിച്ചത്. ഞാൻ കണ്ടിട്ടില്ല ജനിക്കുന്നതിന് മുമ്പേ. പക്ഷെ അതിനുശേഷം ജയപ്രകാശ് നാരായണനും ഒക്കെ അവിടെ വന്ന് താമസിക്കുന്നതും ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ ഒക്കെ ചെറിയ ഓർമ്മയുണ്ട്, ചെറിയ കുട്ടിയായിരിക്കുന്നതായിട്ട്. പിന്നെ ഈ കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വലിയച്ഛൻ പറയുന്നത്, എൻ്റെ അച്ഛനും പറയുന്നത് ഞാൻ കേട്ടു. സ്വാതന്ത്ര്യ സമര ഒരു സമരം എന്നുള്ള രീതിയിലല്ലാതെ ഈ കലയുടെ പ്രോത്സാഹനത്തിനും അല്ലെങ്കിൽ അതിൻ്റെ അപജയത്തിനും ഒക്കെ കാരണമായ ആ ഒരു കാലഘട്ടത്തെ പറ്റി പിന്നീട് അവരൊക്കെ സംസാരിക്കുന്നത് കേട്ടു. അതിലൊന്ന് ഒരു പ്രത്യേക ഒരു ഉദാഹരണം പെട്ടെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ കളരിയുമായി മാത്രം വ്യാപിക്കുന്ന ഒരാളാണ്. അത് മാത്രമേ അറിയുള്ളൂ, കളരിപ്പായി. അത് തന്നെ മുഴുവൻ അറിയില്ല. ഇപ്പോൾ ഞാൻ നടത്തുന്ന കളരി വളപട്ടണത്തുള്ള ശ്രീ ഭാരത് കളരി എന്നാണ് അതിൻ്റെ പേര്. 1948 സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പിറ്റത്തെ കൊല്ലം സ്ഥാപിക്കപ്പെട്ടതാണ്. അതിന് വളരെ മുമ്പ് തന്നെ എൻ്റെ അച്ഛൻ 1935 ഒരു കളരി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ഒരു പ്രത്യേക കാരണം കണ്ട് രാജ്കുമാർ കളരി എന്നാണ്. പക്ഷെ അത് ഡിഫക്റ്റ് ആയ സമയത്ത് പിന്നീട് തുടങ്ങിയതാണ് 1948 കളരി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ തന്നെ കൊടുത്ത ഒരു സ്ഥലത്താണ് കളരിഭാഗത്തിൽ ആ കളരി തുടങ്ങിയത്. സ്വാതന്ത്ര്യത്തിൻ്റെ പിറ്റത്തെ കൊല്ലം 1948 തുടങ്ങിയത് കൊണ്ട് അതിന് വളരെ ഉചിതമായി നാമകരണം ചെയ്തത് ശ്രീ ഭാരത് കളരി എന്നാണ്. മറ്റ് ഇന്നത്തെ ആൾക്കാർ ചിന്തിക്കുന്നത് പോലെ മറ്റൊരു രീതിയിലുള്ള ശ്രീ ഭാരത് അല്ല, ശരിക്കുള്ള ശ്രീ ഭാരത് കളരി തന്നെയായിരുന്നു. അത് ഇന്നും നടക്കുന്നുണ്ട്. ഞാനാണ് അതിൻ്റെ ഗുരു. ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്, ഒരുപാട് വലിയവരും പഠിക്കുന്നുണ്ട്, വൃത്തിയായി പഠിക്കുന്നുണ്ട്. പക്ഷേ കളരിപ്പയറ്റിനെ പറ്റി മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഝാൻസി റാണിയെ അറിയാം. 1847 വളരെ കാലം മുമ്പ് ബ്രിട്ടീഷുകാർക്കും ഒക്കെ അഗൻസ്റ്റായി പോരാടിയ വീരവനിതയാണ്. പക്ഷെ അതിനും വളരെ മുമ്പ് തന്നെ കളരിപ്പയറ്റ് ബേസിക്കായി അറിയുന്ന പഴശ്ശിരാജ 1803 ഇവിടെ ബ്രിട്ടീഷുകാർക്ക് അഗൻസ്റ്റായി സമരം നയിച്ചു. അന്ന് വയനാട്ടിലുള്ള കുറിച്യന്മാരും അവിടെയുള്ള കുറിച്യന്മാർ വേറെ എവിടെ നിന്നോ വന്ന് താമസിച്ചവരാണ് എന്നൊക്കെ അറിയാം. അവർ അസ്ത്രാഭ്യാസമുണ്ട്, വാൾപ്പായറ്റുണ്ട്, മറ്റു ചില കലകളൊക്കെ ഉണ്ട്. അതുമൊക്കെ സ്വരൂപിച്ച് പഴശ്ശിരാജയുടെ ആ റെസിസ്റ്റൻസ് കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് പേടി തോന്നുകയും അവർ 1804 കളരിപ്പയറ്റ് നിരോധിക്കുകയും ചെയ്തു. അതൊരു ചരിത്രമാണ്. ഇവിടെ കളരിപ്പയറ്റ് പഠിച്ചവരൊക്കെ ഉണ്ടായാൽ നമുക്ക് എഗൻസ്റ്റായി വന്നാൽ തടുത്തു നിർത്താൻ സാധ്യമല്ല എന്ന് തോന്നിയതിനാൽ അവർ കളരിപ്പയറ്റ് നിരോധിച്ചു. കളരികളിൽ അഭ്യാസ പരിശീലനം നിരോധിച്ചു. അവിടെ ആയുധങ്ങൾ സ്വരുക്കൂട്ടി വെക്കുന്നത് നിരോധിച്ചു. അഥവാ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവരെ അന്തമാനിലെ നാട് കടത്താനും പ്രൊവിഷൻ. അങ്ങനെ ഒരു അസ്തംഗതമായ ഒരു സമയത്താണ് പഴശ്ശിരാജ 1805 മരിക്കുകയും ചെയ്തു. അതിനുശേഷം വാസ്തവത്തിൽ ആ നിരോധനമൊക്കെ നേർത്തു വന്നെങ്കിലും അന്നേരത്തേക്ക് കളരിപ്പയറ്റ് പഠിച്ചവരും ശിഷ്യപ്രശിഷ്യന്മാരും ഒക്കെ ഇല്ലാതായതുകൊണ്ട് കളരികളൊക്കെ ഡിഫക്റ്റായി. കളരിപ്പയറ്റ് അറിയുന്നവർ പഠിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി. പഠിച്ചവരത് മറക്കാൻ തുടങ്ങി, വായ്ത്താരികളില്ലാതായി.
അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് പിന്നെ സ്വദേശി പ്രസ്ഥാനം രൂപപ്പെടുന്നത്. സ്വദേശി പ്രസ്ഥാന കാലത്ത് ഗാന്ധിജിയുടെ ഒരു പ്രധാന ആഹ്വാനമായിരുന്നു നാടൻ കലകളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്ന്. ഇവിടെയാണെങ്കിൽ മലബാറിലാണെങ്കിൽ തെയ്യവും അങ്ങനെ പൂരക്കളിയും കോൽക്കളിയും അത്തരത്തിലുള്ള അതൊക്കെ വളർന്നു വന്നു. കളരിപ്പയറ്റും ആ കൂട്ടത്തിൽ ചെറുതായി അവരുടെ പുരോഗമിച്ചു വന്നു. ആ സമയത്താണ് എൻ്റെ അച്ഛനും കളരിപ്പയറ്റ് പഠിച്ചത്. അങ്ങനെ അദ്ദേഹം സ്വന്തം കളരി തുടങ്ങി. ഉള്ള കാര്യത്തിനെ പറ്റി പുസ്തകം. കണ്ണൂർ സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ ബാലചന്ദ്രൻ കീഴോത്ത് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാതന്ത്ര്യം ഇപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ ലഹരി നമ്മൾ ഓർക്കുമ്പോഴും നമ്മൾ അതിന്റെ ഒരു വൈകാരികത പറയുന്നതിനപ്പുറത്ത് സ്വാതന്ത്ര്യം കിട്ടി നമുക്ക് 78 വയസ്സായി. പിറവി ആഘോഷിക്കുന്നതിനപ്പുറത്ത് ഒരു പൂർണ്ണ പുരുഷായുസിലേക്ക് എത്തുകയാണ്. ഒരു പൂർണ്ണ പുരുഷായുസിലേക്ക് എത്തുമ്പോൾ നമ്മൾ ജനിച്ച കുട്ടിയുടെ ചെറിയ വാചാലുകളല്ല നമ്മൾ 78 വയസ്സിൽ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് കാലഘട്ടം 80 വർഷത്തിലേക്ക് അടുക്കുമ്പോൾ 947 സാമൂഹികവും സാംസ്കാരികവും ഭൗതികവുമായ അന്തരീക്ഷമല്ല 2025. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരം നടത്തി നമ്മൾ ഇത്രയും കാലം നമ്മൾ ഈ സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്ന നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ ഒരു ശക്തി കൊണ്ടും ഊർജം കൊണ്ടുമാണ് നമ്മളത്ര വിശാലമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത്. MN വിജയൻ പുരോഗമന സാഹിത്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭാരത ചോദിച്ചു, ഇപ്പോ പുരോഗമന സാഹിത്യത്തെ പറ്റിയുള്ള ചർച്ചയൊന്നുമില്ലല്ലോ. അപ്പൊ വിജയമാഷ് പറഞ്ഞ മറുപടിയാണ്, നമ്മളൊരു വാഹനം എടുത്തുകൊണ്ട് വാഹനത്തിൽ നിറയെ പെട്രോൾ അടിച്ചുകൊണ്ട് നമ്മൾ പുറപ്പെട്ട് നമ്മൾ എവിടെയാണോ എത്തേണ്ടത് അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മുടെ പെട്രോൾ ടാങ്ക് ശൂന്യമായി. അപ്പോൾ നമ്മൾ അടിച്ച പെട്രോൾ എവിടെ എന്ന് ആലോചിക്കേണ്ട സമയമല്ല. ഈ പെട്രോൾ കൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരം മുമ്പോട്ട് പോയത് എന്നൊരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകുന്നത്. നമ്മൾ 78 കൊല്ലം മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ, നമ്മളെ അതിനെ പ്രാപ്തരാക്കിയിട്ടുണ്ടെങ്കിൽ, ആ പ്രാപ്തരാക്കിയത് നമ്മൾ പ്രാതസ്മരണീയരായ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ തന്നെ. സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് ചെയർമാൻ M പ്രദീപ് കുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി K പ്രമോദ്, DCC ജനറൽ സെക്രട്ടറി ജയകൃഷ്ണൻ, സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ സുരേഷ് കൂത്തുപറമ്പ്, ജില്ലാ ജനറൽ കൺവീനർ KN ആനന്ദ് നാറാത്ത്, സംസ്ഥാന നിർവാഹക സമിതി അംഗം PP വിജയൻ, ജില്ലാ വൈസ് ചെയർമാൻ ഡോക്ടർ VA അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 76130.